ഹലോ, ഞാൻ ഡോക്ടർ അന്ന പനമറ്റം ഫ്രം എയ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് പത്തനംതിട്ട. നിങ്ങൾ പലരും വായ്നാറ്റം അഥവാ ഹാൽറ്റോസിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും അല്ലേ? അത് നിങ്ങളുടെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എന്ന് കുറയ്ക്കുന്നുണ്ടാവും. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഈ വായ്നാറ്റം അഥവാ ഹാൽറ്റോസിസ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഗുഡ് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട്, അതായത് നമ്മുടെ വായെ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതിൽ നിങ്ങൾ പരാജയപ്പെടുന്നുണ്ട്. ഇനി അതെങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം? ഒന്നാമതായിട്ട് ഡെയിലി 2 times നമ്മൾ ബ്രഷ് ചെയ്യണം. അതുപോലെ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒന്ന് ഫ്ലോസ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഫുഡ് കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ അത് അങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായ്നാറ്റം വരാം. അതുപോലെ ഇടയ്ക്ക് മൗത്ത് വാഷ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ വായ ഡ്രൈ ആയിട്ടിരിക്കാൻ ഒരിക്കലും ഒരു ചാൻസ് കൊടുക്കാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് സിപ്പ് ചെയ്ത് വായ ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുക. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കുന്നവരാണെങ്കിൽ സ്നാക്സ് കഴിച്ച് കഴിയുമ്പോൾ, അതുപോലെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴൊക്കെ ഒന്ന് വായിൽ വെള്ളം കൊണ്ട് കുലുക്കുഴി കഴുകുക. ഇനി വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഡെൻറ്റൽ ക്ലീനിങ് ചെയ്യുക. ഇനി ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്നിരിക്കെ എന്നാൽ പോലും നമ്മുടെ വായ്നാറ്റം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സ്മോക്കർ ആണെങ്കിൽ, നിങ്ങൾക്ക് മോണരോഗം ഉണ്ടെങ്കിൽ, സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ, ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ വയർ അപ്സെറ്റ് ആണെങ്കിലൊക്കെ ഈ വായ്നാറ്റം വരാം. അപ്പോൾ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക. താങ്ക്